വായ തുറക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന ചിലർ വായ തുറന്നിട്ടുണ്ട്. വായ തുറക്കാതിരിക്കുന്നതായിരുന്നു ഇതിനേക്കാൾ ഭേദം. ഞാനൊരു കോമാളിയായോടാണല്ലോ. അതെന്താ കുഴപ്പമുള്ളൂ? റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. ഒരടി പിന്നോട്ടില്ല, വിവരദോഷവുമായി മുന്നോട്ട് തന്നെ. എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. ദി റിയൽ കേരള സ്റ്റോറിയാണത്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡൈ അടിച്ച് വെച്ചിട്ട് കൂടിപ്പോയോ? അതിലാണ് ഞങ്ങൾ പോയത്, അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. ദി റിയൽ കേരള സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോയത്, അല്ലാതെ നിയമമൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അല്ല അച്ഛൻ എന്തുവാ ഈ പറഞ്ഞു വരുന്നേ? നിയമം നോക്കിയല്ല നമ്മൾ ഒരിടത്തും പോകുന്നത്. അത് നിയമപരമായ പ്രശ്നമില്ല, അത് കയറിച്ചോട്ടെ. ഇത്രയേ ഉള്ളു കാര്യം. വിവരദോഷിയാണ് എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു തെളിവിന് നമ്മൾ ഹാജരാക്കണോ? സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണ സുധാകര. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ചിലപ്പോൾ കൊച്ചു പിള്ളേരായിരിക്കും, കൊച്ചു കുട്ടികളായിരിക്കും കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അത് നമ്മൾ നടത്തി കൊടുക്കും. മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത്, അഹങ്കാരം മൂത്തമത്ത് ചിതയായി പോകും. വെറുതെ ആവശ്യമില്ലാണ് ഇങ്ങനെ പറഞ്ഞിട്ട്. ആ പല്ല് കാണിക്കുമ്പോൾ കറുപ്പ് കൂടുതൽ കറുക്കുന്നു. ഈ ഡൈ അടിക്കാൻ സമയമെടുത്തതാണോ? കുറെ നാളുകൊണ്ട് മീഡിയയിലൊന്നും കണ്ടില്ല. ഇപ്പോഴും ഞാൻ അതിനെയാ പറയുന്നത്. എന്തിനാ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം? പോലീസ് അന്വേഷിച്ചോട്ടെ. പക്ഷെ അറസ്റ്റ് ചെയ്താൽ പോലീസുകാർ പോയി ജയിലിൽ കിടക്കത്തില്ല, നിങ്ങൾ തന്നെ കിടക്കണം. വലിയ തോൽവിയായിരുന്നല്ലേ. കേസെല്ലാം എത്ര വയസ്സ്? എത്ര ആദ്യത്തെ കേസാണോ ഇത്? അതാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ്. കേസൊക്കെ എത്ര കേസ് ഇങ്ങനെ വരും, നമ്മൾ ഊരി പോകും, നമ്മൾ ജയിലിൽ ചെന്ന് കിടക്കും, ഉണ്ട തിന്നും, ഞങ്ങൾ വീണ്ടും ഇറങ്ങും, വീണ്ടും വിവരദോഷം പറയും, കാണിക്കും, അരുതാത്തത് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ജീവിതം അതാണല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമൊന്നല്ല, നമ്മുടെ ജീവിതമേ അതാണല്ലോ. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. എത്രയൊക്കെയോ കേസ്, ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയോ കേസ് അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എവിടെ നിൽക്കുന്നത്? പറച്ചില് കേട്ട ഏതാണ്ട് വലിയ പദവിയിലെത്തി ഞെളിഞ്ഞിരിക്കുകയെന്ന് തോന്നുന്നു. ഞാൻ എത്രയോ കേസൊക്കെ അഭിമുഖീകരിച്ചാണ് ഇവിടെ എത്തിയത്. സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി ജയിലിൽ പോയി കിടന്ന പോലെ. ഈ പണി ഇതിനപ്പുറവും കഴിഞ്ഞിട്ടാ ഞാൻ ഈ കഥ വന്നിരിക്കുന്നു. അവൾക്ക് കിട്ടിയിരിക്കുന്ന മുഴുവൻ എന്റെ ബുദ്ധിയാ.